നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാനേജിങ് സ്ലൈഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പവർ പോയിൻ്റ് എന്താണെന്ന് നോക്കി, എങ്ങനെ പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് നോക്കി, പവർ പോയിൻ്റ് എങ്ങനെ സേവ് ചെയ്യണം, ഇത് ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മാനേജിങ് സ്ലൈഡ്സ്. Every Microsoft PowerPoint presentation is composed of a series of slides. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രസൻറ്റേഷൻ, അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലൈഡ്സിൻ്റെ സീരീസാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുന്നതാണ് എന്ത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. To begin creating a slideshow, you will need to know the basic of managing slides. നിങ്ങളൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് സ്ലൈഡ്സ് മാനേജ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. Then a new blank presentation includes one slide which is based on the title slide layout. അത് ഒന്നുകൂടെ നോക്കാം. എ ന്യൂ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഇൻക്ലൂഡ് വൺ സ്ലൈഡ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ടൈറ്റിൽ ലേ ഔട്ട്. നമ്മൾ എപ്പോഴും ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്, ഇങ്ങനെ രണ്ട് സ്ലൈഡ്സ്, ഇങ്ങനെ ഒരു ഫോർമാറ്റിലുള്ള സ്ലൈഡാണ് വരുന്നത്. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നും ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നും. അതായത് നമ്മൾ ആദ്യം പഠിച്ചതുപോലെ എന്താണ്, നമ്മുടെ ടൈറ്റിൽ പ്ലേസ് ഹോൾഡറും സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറുമാണ് എപ്പോഴും നമ്മളൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്താലും നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന സ്ലൈഡ് ഈ ഒരു ഫോർമാറ്റിലുള്ള സ്ലൈഡായിരിക്കും. The slide contain two placeholder, one formatted for a title. ആദ്യത്തേത് ടൈറ്റിലിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് ചെയ്തതും രണ്ടാമത്തേത് സബ് ടൈറ്റിലിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് ചെയ്ത സ്ലൈഡും ഈ താഴത്തത്. Then placeholder can contain different types of content including text, image and videos. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ പ്ലേസ് ഹോൾഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കണ്ടൻറ്റ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റായിട്ടും ഇമേജായിട്ടും വീഡിയോ ആയിട്ടും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കണ്ടൻറ്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. മെനി പ്ലേസ് ഹോൾഡർ ഹാവ് തംബ്നെയിൽ ഐക്കൺസ് ദാറ്റ് യു ക്യാൻ ക്ലിക്ക് ആൻഡ് ആഡ് സ്പെസിഫിക് ടൈപ്പ്. നമ്മുടെ പ്ലേസ് ഹോൾഡറിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കണ്ടൻറ്റ്സ് ആഡ് ചെയ്യാം. അതിനെന്താണ് ഓരോ ഐക്കൺസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഇതിനല്ലാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലേ ഔട്ടാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്ഷൻ ഹെഡർ എന്നും ടു കണ്ടന്റ് എന്നും കമ്പാരിസൺ, ഇതിനകത്തെല്ലാം പല ടൈപ്പിലുള്ള ഐക്കൺസ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഒരു ഇമേജ് ഐക്കണാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, ഐക്കൺസ് ഇൻസേർട്ട് ചെയ്യാം. ഇത് സ്മാർട്ട് ചാർട്ടിൻ്റെ ഐക്കണാണ്. ഇങ്ങനെ ഓരോ ഐക്കൺ ഫോർമാറ്റിലായിരിക്കും തന്നിരിക്കുന്നത്. അതനുസരിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ക്ലിക്ക് ടു ആഡ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പ്ലേസ് ഹോൾഡർ ഓൺ എ സ്ലൈഡ് ഷോ ഈസ് കോൾഡ് ലേ ഔട്ട്. ഈ പ്ലേസ് ഹോൾഡറിൻ്റെ പല ടൈപ്പിലുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ലേ ഔട്ട്. ഇതാണ് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും, ഇതാണ് ലേ ഔട്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ പല ടൈപ്പിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മുടെ കണ്ടൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, സ്ലൈഡ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ദർ ആർ സെവറൽ അതർ സ്ലൈഡ്സ് ലേ ഔട്ട് available in Microsoft PowerPoint. On each provide placeholder for inserting various type of content. നമ്മുടെ കണ്ടൻറ്റ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ MS PowerPointനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലേ ഔട്ട്സ് അവൈലബിൾ ആണ്. വെൻ യു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്, നിങ്ങളൊരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ യൂഷ്വലി ഹാവ് പ്ലേസ് ഹോൾഡർ ടു ഷോ യു വേർ കണ്ടൻറ്റ് വിൽ ബി പ്ലേസ്ഡ്. നിങ്ങൾക്ക് ഏത് ലേ ഔട്ട് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡേറ്റാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്ലൈഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ലേ ഔട്ട് ഫോർ പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡറിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലേ ഔട്ട്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ യു വാണ്ട് ടു ഇൻക്ലൂഡ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ ആണോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ടേബിൾ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യേണ്ടത്, ചില ആൾക്കാർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു തരം ചാർട്ടായിരിക്കും, മീൻസ് ഡയഗ്രാമോ പൈ ചാർട്ടോ, അങ്ങനെ നിങ്ങളുടെ ഇൻഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എന്ത് കണ്ടൻറ്റാണ് നിങ്ങളുടെ പവർ പോയിൻറ്റിനകത്ത് കൊടുക്കേണ്ടതെന്ന്. അതിന് ആവശ്യമായിട്ടുള്ള സ്ലൈഡ്സ് ഡിഫോൾട്ടായിട്ട് തന്നെ എന്തുണ്ട്, നമ്മുടെ MS പവർ പോയിൻറ്റിനകത്ത് അവൈലബിൾ ആണ്.
When you create a new slide, you will need to choose a slide layout that fit your content. നിങ്ങളുടെ കണ്ടൻറ്റ് ഫിറ്റ് ആവാൻ പറ്റിയ ഒരു ലേഔട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പുതിയ സ്ലൈഡ്സിനകത്ത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്, you can insert as many slides as you need from the variety of layouts provided. ഇതിനകത്ത് ലേഔട്ടിൽ തന്നിരിക്കുന്ന പോലെ അതേ കുറച്ച് ഓപ്ഷൻസ് എവിടെയുണ്ട്, ന്യൂ സ്ലൈഡ്സ്. ഇവിടെ ഈ ലേഔട്ടിൻ്റെ അടുത്ത് തന്നെ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പിനകത്ത് സ്ലൈഡ്സ്, അതായത് ക്ലിപ്പ് ബോർഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കമാൻഡ് ഗ്രൂപ്പാണ് എന്ത്, സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. അതിൻ്റെ അടുത്ത് ലെഫ്റ്റ് ആയിട്ട് തന്നെ എന്തുണ്ട്, ന്യൂ സ്ലൈഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ മൗസ് പോയിൻ്റർ അവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് വരും. ന്യൂ സ്ലൈഡിൻ്റെ ഷോർട്ട് കട്ട് കീ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, Ctrl+M. എന്താണ് ഇനി ന്യൂ സ്ലൈഡ്? ആഡ് എ സ്ലൈഡ് ടു യുവർ പ്രസൻറ്റേഷൻ. നിങ്ങളുടെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് സ്ലൈഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ന്യൂ സ്ലൈഡ്സ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു സ്ലൈഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്, Ctrl+M എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, പിന്നെയും ഇവിടെ രണ്ടാമത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു സ്ലൈഡും കൂടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രം ദ ഹോം ടാബ് സെലക്ട് എ ന്യൂ സ്ലൈഡ്, ഡ്രോപ്പ് ഡൗൺ കമാൻഡ് മെനു. അതുകൂടാതെ എന്തുണ്ട്, ഈ ന്യൂ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അടുത്ത് തന്നെ എന്തുണ്ട്, ഒരു ഡ്രോപ്പ് ഡൗൺ കമാൻഡ്. ഇവിടെ ഒരു ചെറിയൊരു ആരോ ന്യൂ സ്ലൈഡ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്ലൈഡ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പല ടൈപ്പ് കണ്ടൻസ് ഉണ്ട്. ഇതിപ്പോൾ 2 കോളം വരുന്ന കണ്ടൻറ്റാണ്, കണ്ടോ. ഇപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഉടനടി അവിടെ ആ സ്ലൈഡ് ഫോമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ ഈ ന്യൂ സ്ലൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 9 കണ്ടൻറ്റോളം, 9 അല്ലല്ലോ, അതെ 9 കണ്ടൻറ്റോളം നമ്മുടെ ഈ സ്ലൈഡിനകത്ത് കാണാൻ പറ്റും. നമുക്ക് 9 ടൈപ്പിലുള്ള സ്ലൈഡ്സ് ഉണ്ട്. ആദ്യത്തേത് ടൈറ്റിൽ സ്ലൈഡ്, അതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന സ്ലൈഡ്. ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ്, ടൈറ്റിലും കണ്ടൻറ്റും വരുന്നത്. സെക്ഷൻ ഹെഡർ, പിന്നെ ടു കണ്ടൻറ്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻസ്, പിക്ചർ വിത്ത് ക്യാപ്ഷൻസ്. ഇങ്ങനെ 9 ടൈപ്പിലുള്ള സ്ലൈഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത്, അതുകൂടാതെ ഈ ന്യൂ സ്ലൈഡ്സിൻ്റെ താഴെ തന്നെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ്സ്, സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ, റീയൂസ് സ്ലൈഡ്സ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡ്, ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ഈ സ്ലൈഡ് തന്നെ സെലക്ട് ചെയ്യാം. ഈ സ്ലൈഡിനെ എന്ത് ചെയ്യണം, ഈ ഒരു സ്ലൈഡിനെ എനിക്ക് ഇതേപോലത്തെ ഒരു സ്ലൈഡും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നോർമലി നമുക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതേപോലത്തെ ഫോർമാറ്റിൽ വരുന്ന ഒരു സ്ലൈഡും കൂടെ സെയിമോ കോപ്പി പേസ്റ്റ് ചെയ്തതുപോലത്തെ ഒരു സ്ലൈഡ് എന്താവും, അവിടെ കോപ്പിയായി വരും. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ. നമുക്കിതിനെ എന്ത് ചെയ്യാം, അൺഡു ചെയ്യാം. Ctrl+Z കൊടുത്ത് അൺഡു ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണ് സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ. സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വേർഡിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഓഫ് ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വേർഡോ എക്സലോ പോലത്തെ ഉള്ള ഡോക്യുമെൻറ്റ്സിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 4 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഈ മൊഡ്യൂൾ 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റിലുള്ള സ്ലൈഡ്സ്, ആ വേർഡിൻ്റെ ഫോർമാറ്റിൽ വരുന്നത് സ്ലൈഡ്സിൻ്റെ രൂപത്തിലോട്ട് മാറാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മൾ ആ മൊഡ്യൂൾ 1 എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്ത ആ കണ്ടൻറ്റ് എന്തായിട്ടുണ്ട്, ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതായത് നമ്മളിപ്പോൾ വേർഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ വരുന്നതാണിത്. അതിന് നമ്മൾ എന്തായിട്ടുണ്ട്, ഓരോ സ്ലൈഡ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തോ പ്രോപ്പറായിട്ടുള്ള ഫോർമാറ്റിംഗ് വരാത്തത് കൊണ്ടാണ് ഈ ടെക്സ്റ്റൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. നമ്മളത് ഫോർമാറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്, ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് നമുക്കൊരു സ്ലൈഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റീയൂസ് സ്ലൈഡ് എന്നുള്ളതാണ്. റീയൂസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു ടാസ്ക് പെയിന് നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇൻസേർട്ട് സ്ലൈഡ് ഫ്രം എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഡ്രോപ്പിനകത്തൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്തും സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതുപോലെ നമ്മുടെ വേർഡിനകത്തോ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനകത്ത് എന്തെങ്കിലും സേവ് ചെയ്തിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫയലിലൊക്കെ ഓപ്പൺ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫയൽസിനെല്ലാം ഈ റീയൂസ് സ്ലൈഡ്, അതായത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റിനെ സ്ലൈഡാക്കി റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണത്. ദെൻ അടുത്തത് ടു ചേഞ്ച് എ ലേഔട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കിപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്രീൻ ഫുൾ ബ്ലാങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോർമാറ്റിലേക്കാണ് എൻ്റെ പ്രസൻറ്റേഷൻ വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഈ ന്യൂ സ്ലൈഡ്സ് എന്നുള്ളതിൻ്റെ അടുത്ത് ലേഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ന്യൂയിൽ കണ്ടതുപോലെ ഒരു 9 ടൈപ്പ് ഓഫ് ലേഔട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണിപ്പോൾ ഒരു ബ്ലാങ്ക് സ്ലൈഡ്. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ടേബിളാണ് വേണ്ടതെങ്കിൽ 2 കണ്ടൻറ്റ് ടേബിൾ വരും. ഇതിത്രയാണ് നമുക്ക് ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണെന്ന് നോക്കാം. ടു ഇൻസേർട്ട് ടെക്സ്റ്റ്. വെൻ യു ക്ലിക്ക് ഇൻസൈഡ് എ പ്ലേസ് ഹോൾഡർ, അതായത് നമ്മളിപ്പോൾ നേരത്തെ എടുത്തിരുന്ന പോലത്തെ ഇതാണ് നമ്മുടെ ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ വരുന്ന ഫോർമാറ്റ്. ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ യു ക്ലിക്ക് ഇൻസൈഡ് ദ പ്ലേസ് ഹോൾഡർ MS PowerPoint സ്വിച്ച് ടു എഡിറ്റ് മോഡ്. നമ്മളിപ്പോൾ ഈ പ്രസൻറ്റേഷൻ്റെ അകത്ത് ഇത് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറാണ്. ഈ ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ ആ ക്ലിക്ക് ടു ആ ടൈറ്റിൽ എന്നുള്ളതൊക്കെ പോയിട്ട് അവിടെ എന്താവും, ഒരു എഡിറ്റ് മോഡിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഈ കഴ്സർ വന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു, ഈ ഡോട്ടഡ് ലൈനിൽ ചുറ്റും കുറച്ച് സർക്കിൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് അത് മാറിയിട്ടുണ്ട്. Then the placeholder appears with a dashed border with zizzing handle. Zizzing handle means ഈ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫോർമാറ്റില്ലേ, നമ്മൾ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ ബോർഡർ മാറുന്നതിനാണ് സിസിങ് ഹാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അതിലെന്ത് സംഭവിച്ചിട്ടുണ്ട്, വൈറ്റ് സർക്കിൾസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു റൊട്ടേറ്റ് ഹാൻഡിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ബോക്സിൻ്റെ തന്നെ ഏറ്റവും ടോപ്പിൽ മിഡിലായിട്ടും ഇങ്ങനെ ഒരു റൊട്ടേഷൻ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. When the insertion point reaches the end of the line, the text you are typing automatically move to the next line. അതായത് നമ്മൾ ഈ സെൻറ്റൻസ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോർഡറിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ റെക്റ്റാങ്കിളിൻ്റെ എൻഡിലെത്തുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, വേർഡ് അടുത്ത സെൻറ്റൻസിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം.
കണ്ടോ, അവർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എന്ത് സംഭവിച്ചു, നമ്മൾ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ആ ടെക്സ്റ്റ് ഈ ബോർഡറിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഈ റൈറ്റ് സൈഡിലുള്ള ഈ ബോർഡറിലേക്ക് എത്തുമ്പോഴത്തേക്കും അടുത്ത സെൻറ്റൻസിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ട്. The text you are typing automatically move to the next line. Pressing the enter key starts a new line. അതുകൂടാതെ എന്താണ്, നമ്മൾ വേർഡിലൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ കീ ടാപ്പ് ചെയ്താലും എന്ത് സംഭവിക്കും, അടുത്ത സെൻറ്റൻസിലേക്ക് പോകും. ഇതിപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് സെൻറ്ററിൽ കിടക്കുന്നത് കൊണ്ടാണ് കഴ്സർ എന്ത് സംഭവിച്ചത്, സെൻറ്ററിലേക്ക് പോയത്. ഇനി ഇത് നമ്മൾ ലെഫ്റ്റ് അലൈൻ ചെയ്യുമോ അല്ലെങ്കിൽ കൺട്രോൾ എൽ, ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എൽ കൊടുത്താലോ എന്ത് സംഭവിക്കും, കഴ്സർ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്റ്റും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. If you type more than will fit in a placeholder, MS PowerPoint reduce the size of the text so that all the text fit inside. അതായത് ഇവർ പറയുന്നത്, നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സെൻറ്റൻസ് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ആസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ടെക്സ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് സംഭവിക്കുക എന്നാണ് പറയുന്നത്, ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് റെഡ്യൂസ് ആവാൻ തുടങ്ങും. ഇപ്പോൾ ഏകദേശം ഒരു 54ലാണ് ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ വേർഡ്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് വരുന്നത് അറിയാൻ പറ്റും. നമ്മളപ്പോൾ എന്ത് ചെയ്തു, ഇതിനകത്ത് കൂടുതൽ എക്സ്ട്രാ വേർഡ്സ് ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന ചേഞ്ച് കാണാൻ പറ്റും. 54ലിരുന്ന ടെക്സ്റ്റ് എന്തിലേക്ക് മാറി, 44ലേക്ക് മാറി. ഇതിനകത്ത് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി പവർ പോയിൻ്റ് തന്നെ എന്ത് ചെയ്തു, ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവന്നു. അടുത്തത് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം, ദ പ്രോംപ്റ്റ് ടെക്സ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദ പ്ലേസ് ഹോൾഡർ until you type your text. If you do not type any text, the placeholder text remains on the screen, but it is not displayed when you play the slideshow or print it. ഇപ്പോൾ നമ്മൾ ഇത്രയും കണ്ടൻറ്റ് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം ദാറ്റ് ഹെൽപ്പ് യു ടു ട്രാൻസ്ഫോം യുവർ ഐഡിയാസ് ഇൻ ടു പ്രൊഫഷണൽ എന്ന് ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്ലൈഡ് ഷോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പ്രിൻ്റ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കണ്ടൻറ്റ് ആ പ്രിൻറ്റിനകത്തും സ്ലൈഡ് ഷോയ്ക്കകത്തും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സ്ലൈഡ് ഷോ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും കണ്ടൻറ്റ് മാത്രം എന്ത് സംഭവിച്ചു, സ്ലൈഡായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന കണ്ടൻറ്റിന് ഞാൻ ബാക്ക് സ്പേസ് അടിച്ച് ഞാൻ എന്ത് ചെയ്യുകയാണ്, റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നോർമലി നമ്മൾ നേരത്തെ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻ മാത്രമേ വരുള്ളൂ. ഇതിന് നമ്മൾ പ്രിൻ്റ് എടുക്കുകയോ സ്ലൈഡ് ഷോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ബോർഡറും വരത്തില്ല, താഴെയുള്ള ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നുള്ള ഈ രണ്ട് കണ്ടൻറ്റും ഒരിക്കലും നമ്മൾ പ്രിൻറ്റിലും വരത്തില്ല, സ്ലൈഡ് ഷോയിലും വരത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സ്ലൈഡ് ഷോ കൊടുത്ത് നോക്കുകയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്ക്രീൻ ഇതുപോലെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ ശ്രമിച്ചാലും ജസ്റ്റ് ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരിക്കലും നമ്മുടെ ഈ ലേഔട്ടിൻ്റെ ഡിസൈൻ പോലും നമ്മുടെ സ്ലൈഡ് ഷോയിലും വരത്തില്ല, പ്രിൻറ്റിനകത്തും വരത്തില്ല. അടുത്തത് ടു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ്. അടുത്ത് നമുക്ക് സ്ലൈഡ്സ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പഠിക്കാം. If you want to copy and paste a slide quickly, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്ലൈഡിനെ പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
യു ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ്, നിങ്ങൾക്ക് ഒരു സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് ദ സ്ലൈഡ് യു വാണ്ട് ടു ഡ്യൂപ്ലിക്കേറ്റ്. ആദ്യം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട സ്ലൈഡിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഈ ഒരു സ്ലൈഡ്, ഈ രണ്ടാമത്തെ സ്ലൈഡിനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ സ്ലൈഡിനെ സെലക്ട് ചെയ്തിരിക്കണം. ദെൻ എന്ത് ചെയ്യണം? Select the slide you want to duplicate. Right click on the mouse and choose duplicate slide from the menu. മൗസിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. കണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരേപോലത്തെ രണ്ട് സ്ലൈഡ് എന്താവാൻ തുടങ്ങി? ക്രിയേറ്റ് ആവാൻ തുടങ്ങി. ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്. കണ്ടോ? ഇപ്പോൾ ഓൾറെഡി ഒരുപോലത്തെ 3 പ്രസൻറ്റേഷൻ വന്നു. ഞാൻ അൺഡു ചെയ്യുകയാണ്. യു ക്യാൻ ഓൾസോ ഡ്യൂപ്ലിക്കേറ്റ് മൾട്ടിപ്പിൾ സ്ലൈഡ്സ് അറ്റ് വൺസ് ബൈ സെലക്ടിങ് ദം ഫസ്റ്റ്. ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ലൈഡ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ന്യൂ സ്ലൈഡ്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ്സ്. സെലക്ട് ചെയ്ത സ്ലൈഡിന് എന്ത് സംഭവിച്ചു? ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3, ഇത് 4 എന്നുള്ളത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റഡ് സ്ലൈഡാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അൺഡു ചെയ്തു. അടുത്തത് എന്താണ്? ടു മൂവ് സ്ലൈഡ്സ്. ഇനി സ്ലൈഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ പറ്റും. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇറ്റ്സ് ഈസി ടു ചേഞ്ച് ദ ഓർഡർ ഓഫ് ദി സ്ലൈഡ്. സ്ലൈഡിൻ്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. സ്ലൈഡ്സ് നമ്മുടെ പ്രസൻറ്റേഷനകത്ത് തന്നെ കാണും. പക്ഷേ ഇവിടെ നമുക്കൊരു ഓർഡർ ഉണ്ടല്ലേ? സ്ലൈഡ്സിന് 1, 2, 3, 4 എന്ന് പറയുന്നൊരു ഓർഡർ ഉണ്ട്. ഈ ഓർഡറിൽ നിന്ന് എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ ഈ ഡൊണോറ എയർ പൊല്യൂഷൻ ഇൻസിഡൻറ്റ് എന്നുള്ള സ്ലൈഡ് ഞാൻ 3ാമത്തെ സ്ലൈഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി. കണ്ടോ? ആ 3 എന്നുള്ള സ്ലൈഡിൻ്റെ മേളിലേക്ക് ഞാൻ കൊണ്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു? അതിപ്പോൾ 3ാമത്തെ സ്ലൈഡും ഫസ്റ്റ് എർത്ത് ഡേ എന്നുള്ള സ്ലൈഡ് 4ാമത്തെ സ്ലൈഡുമായിട്ട് മാറി. തിരിച്ചും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് മാറ്റുക. ഇപ്പം ഇതിനെയാണ് എനിക്ക് 3ാമത്തെ സ്ലൈഡ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് 3ാമത് കൊണ്ടുവരുന്നു. അപ്പോൾ അതെന്ത് സംഭവിച്ചു? 3ാമത്തെ സ്ലൈഡായി. എന്നിട്ട് നമുക്കത് പ്രസൻറ്റേഷൻ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ ആയിട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ കറൻ്റ്ലി നിന്നുള്ള സ്ലൈഡിൽ നിന്നാണ് സ്റ്റാർട്ടായത്, അതുകൊണ്ടാണ് ആദ്യം അത് വന്നത്. ജസ്റ്റ് സ്ലൈഡ് ഷോ ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്ലൈഡ് മുതൽ സ്ലൈഡ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? ആദ്യത്തെ സ്ലൈഡ് ഇതാവും, രണ്ടാമത്തേത് ഇത്, 3ാമത്തേതായിട്ട് ഫസ്റ്റ് കിടന്ന സ്ലൈഡ് 3ാമതിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ? ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ലൈഡ്സിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇഫ് യു വാണ്ട് ടു റിമൂവ് സ്ലൈഡ് ഫ്രം യുവർ പ്രസൻറ്റേഷൻ യു ക്യാൻ ഡിലീറ്റ് ഇറ്റ്. നമുക്ക് ആ സ്ലൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതിനെ ടോട്ടലായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ ദിസ് സിംപ്ലി സെലക്ട് ദ സ്ലൈഡ് യു വാണ്ട് ടു ഡിലീറ്റ്, ദെൻ പ്രസ് ഡിലീറ്റ് ഓർ ബാക്ക് സ്പേസ് കീ ഓൺ യുവർ കീബോർഡ്. കീബോർഡിനകത്ത് തന്നെ ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സ്ലൈഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ 4th സ്ലൈഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അത് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ സ്ലൈഡ് ഡിലീറ്റായി പോയി. അടുത്ത ഇത് ഞാൻ ഒന്നും കൂടെ അൺഡു ചെയ്ത് ഒന്നും കൂടെ കാണിച്ചു തരാം. 4ാമത്തെ സ്ലൈഡ് തിരിച്ച് വന്നിട്ടുണ്ട്. അതുകൂടാതെ എന്ത് ഓപ്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്? ബാക്ക് സ്പേസ് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? 4ാമത്തെ സ്ലൈഡ് ഡിലീറ്റ് ആയിട്ട് അടുത്ത 5ാമത് കിടന്ന സ്ലൈഡ് എന്തായി? 4ാമത്തെ സ്ലൈഡിൻ്റെ ഓർഡറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 2 ടൈപ്പായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്
കീബോർഡിലെ ഡിലീറ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ കീബോർഡിൽ തന്നെ ബാക്ക് സ്പേസ്, ആദ്യം സ്ലൈഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് സ്പേസ് ഓർ ഡിലീറ്റ്. ഇത് കൂടാതെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സ്ലൈഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിലീറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നമ്മുടെ ഇത് സ്ലൈഡിൽ തന്നെ മൗസ് കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡിനെ ഡിലീറ്റ് ചെയ്യാം. ഞാനൊന്നുകൂടെ ഡിലീറ്റ് ചെയ്ത സ്ലൈഡിനെ അൺഡു ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ദെൻ എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടു കോപ്പി ആൻഡ് പേസ്റ്റ് slide. If you want to create several slides with the same layout, ഒരേ ലേഔട്ടിൽ തന്നെ കുറേ സ്ലൈഡ്സ് വേണം നമുക്ക്. അതിനെന്ത് ചെയ്യാൻ പറ്റും? You may find it easier to copy and paste a slide you have already created. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ്സിനെ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആ സ്ലൈഡ്സിൻ്റെ ലേഔട്ട് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി ചെയ്യാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് വിത്ത് ന്യൂ സ്ലൈഡ്, പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് അതിന് ലേഔട്ടൊക്കെ കൊടുത്ത് അത് ഡിസൈൻ ചെയ്യുന്നതിന് പകരം കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ ദിസ് സെലക്ട് സ്ലൈഡ് യു വാണ്ട് ടു കോപ്പി ഇൻ ദ തംബ്നെയിൽ പെയിൻ. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏത് സ്ലൈഡാണോ കോപ്പി ചെയ്യേണ്ടത് ആ സ്ലൈഡിനെ നമ്മുടെ ഈ തംബ്നെയിൽ പെയിനിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ദെൻ ക്ലിക്ക് കോപ്പി കമാൻഡ് ഓൺ ദ ഹോം ടാബ്. ഹോം ടാബിനകത്ത് നിന്ന് ക്ലിപ്പ് ബോർഡ് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള എന്ത് സെലക്ട് ചെയ്യണം? കോപ്പി സെലക്ട് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കോപ്പി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് Ctrl+C എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. In the thumbnail pane, click just below a slide or between two slides to choose a paste location. ഇനി ഈ കോപ്പി ചെയ്ത സ്ലൈഡിന് നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിറ്റ്വീൻ ദ സ്ലൈഡ്സ്, ഏതെങ്കിലും രണ്ട് സ്ലൈഡ്സിൻ്റെ ഇടയ്ക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഏറ്റവും ലാസ്റ്റോ നിങ്ങൾ എവിടെയാണ് കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു നാലാമത്തെ സ്ലൈഡായിട്ടാണ് പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് മൂന്നാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്ലൈഡ്, ഈ രണ്ടാമത്തെ സ്ലൈഡിൻ്റെ അതേ ഫോർമാറ്റ് എന്താവും? ഇവിടെ നാലാമത്തെ സ്ലൈഡിൽ പേസ്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ക്ലിപ്പ് ബോർഡ് കമാൻഡിൽ തന്നെ മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. പേസ്റ്റ് ഓപ്ഷൻ കൊടുത്താലും എന്ത് ചെയ്യും? നാലാമതായിട്ട് തന്നെ എന്ത് വന്നിട്ടുണ്ട്? സ്ലൈഡ് കോപ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നുകിൽ സ്ലൈഡ് പെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ബോർഡ് കമാൻഡിൽ വന്നിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് എവിടെയാണ് നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ക്ലിപ്പ് ബോർഡ് കമാൻഡിൽ നിന്ന് പേസ്റ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+V യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്ലൈഡിനെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ തന്നെ എന്ത് വരും? ഈ സ്ലൈഡ് പേസ്റ്റായി വരും. ഇത് ഇത്രയാണ് മെയിൻലി ഒരു സ്ലൈഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതായത് എങ്ങനെ നിങ്ങൾക്ക് പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ അതിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, ഇതിലേക്ക് എന്തെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഒരു സ്ലൈഡിൽ എന്തൊക്കെ ടെക്സ്റ്റ് കൊണ്ടുവരാം, ഫോട്ടോസ് കൊണ്ടുവരാം, വീഡിയോസ് കൊണ്ടുവരാം, അത് കഴിഞ്ഞിട്ട് ടേബിൾ കൊണ്ടുവരാം, അതിൻ്റെ എല്ലാ ലേഔട്ട്സ് എങ്ങനെയാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഈ കോപ്പി പേസ്റ്റ് പോലെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതും, പക്ഷേ അത് സമയം കുറച്ചും കൂടെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒരു ബട്ടൺ മാത്രം മതി എന്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ആ സെയിം സാധനം കിട്ടുന്നതാണ്. പിന്നെ സ്ലൈഡ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, ജസ്റ്റ് അത് വലിയ ടാസ്ക് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. പിന്നെ ഡിലീറ്റ് ചെയ്യാനും രണ്ട് ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് വേണ്ടാത്ത സ്ലൈഡ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ്, നമ്മുടെ കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്ലൈഡ് ഏതാണെന്ന് വെച്ചാൽ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു കോപ്പി പേസ്റ്റ്. കോപ്പി പേസ്റ്റും രണ്ട് ടൈപ്പായിട്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക,
ക്ലിപ്ബോർഡ് കമൻറ്റിൽ നിന്ന് കോപ്പി സെലക്ട് ചെയ്യുക. കട്ടാണെങ്കിൽ സെയിം തന്നെയാണ്, കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലിപ്ബോർഡ് കമാൻഡിനകത്ത് കട്ട് ഓപ്ഷനുണ്ട്. കട്ട് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യാം, കട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടും നിങ്ങൾക്കിത് ഇത്രയും പേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ മാനേജിങ് സ്ലൈഡ് എന്നുള്ള ഈ ഒരു പോർഷനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് ക്ലാരിഫൈ ചെയ്യുക. താങ്ക് യു.